ഡിസൈനിലേക്ക് കടക്കുമ്പോൾ പഴയ വീട്ടിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഡെയിലി റുട്ടീനെ ബാധിക്കാത്ത രീതിയിലാവണം പ്ലാനിംഗ് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈ ഫാമിലിയുടെ പ്രധാന വരുമാനവും ജോലിയും കാർഷിക വൃത്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീടും ലൈഫ് സ്റ്റൈലും തമ്മിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് അഗ്രേറിയൻ ഷെൽട്ടർ എന്ന പേരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് റെസ്പോൺസീവായിട്ടാണ് നമ്മൾ ഡിസൈൻ അപ്രോച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തന്നെ മാക്സിമം നമുക്ക് ഈ ഒരു കർഷകൻ്റെ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ആളുടെ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കും ഈ ഒരു വീട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റിക്വസ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ റൂഫിൻ്റെ ഒരു സ്റ്റൈല് വരെ ഇവോൾവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സൈറ്റ് ഓൾറെഡി പ്ലെയിൻഡ് ആണെന്നുണ്ടെങ്കിലും 1/2 മീറ്റർ 1 മീറ്ററിൻ്റെ ഒരു ചെറിയ കോണ്ടൂർ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തന്നെ വീട് രണ്ടായിട്ട് തന്നെ 2 ലെവലായിട്ട് 2-3 ലെവൽസ് ആയിട്ട് നമ്മളിതിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുമുണ്ട്. അഗ്രേറിയൻ ഷെൽട്ടർ എന്ന് പറയുന്നതിന് ഒരു അഗ്രേറിയൻ്റെ ഒരു ഡ്വെല്ലിംഗ് അല്ലെങ്കിൽ അവർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് സീംലെസ് ആയിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ലേഔട്ടും വേണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ഉള്ളി ആയിട്ടുള്ളൊരു സ്ട്രക്ചറും വേണമെന്നായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പലതരത്തിലുള്ള മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എൽഡർലി ആയിട്ടുള്ളവരുണ്ടായിരുന്നു, കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, പിന്നെ പുള്ളീൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ലേഔട്ട് നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബുവേട്ടൻ നമ്മളെ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു. പുള്ളിൻ്റെ ലൈഫ് സ്റ്റൈലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ മെമ്പേഴ്സ് കുറച്ച് കൂടുതൽ ആളുകൾ ഫാമിലിയിലുണ്ട്. ഇൻഡിവിജ്വലി നമ്മൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർക്കുള്ള പേഴ്സണൽ സ്പേസുകളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫാർമർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിൻ്റെ ഒരു ഡിഫറൻസ് നോർമലി ഉള്ള അവരുടെ ലൈഫ് സ്റ്റൈലും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ഒരു പുതിയ വീട് പണി തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആദ്യം തന്നെ പ്ലാനാണല്ലോ വേണ്ടത്. അങ്ങനെ ഞങ്ങളതിനു വേണ്ടി പലരെയും സമീപിച്ചു. എഞ്ചിനീയർമാരും കാര്യങ്ങൾ സംബന്ധിച്ച് അവർ ഈ പ്ലോട്ട് വന്ന് നോക്കി. പ്ലോട്ടിൽ നിന്ന് ഇച്ചിരി ഉയർന്നൊരു പ്ലോട്ടാണ്. അപ്പോൾ അവരെല്ലാവരും ഒരു മണ്ണെടുക്കണം, മണ്ണ് കുഴിച്ച് നീക്കി വേണം ചെയ്യാൻ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കതൊരു സാറ്റിസ്ഫൈ തോന്നിയില്ല. അങ്ങനെയാണ് അവിചാരിതമായിട്ടാണ് മിഥുനെ പരിചയപ്പെടുന്നത്. മിഥുൻ്റെ കൂടെ നസീഖുണ്ട്, ബോസ്കി സ്റ്റുഡിയോസ് അവരൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, ആർക്കിടെക്റ്റുമാരാണ്. അങ്ങനെ ഈ ഭൂമിയുടെ തനിമ നിലനിർത്തി മണ്ണ് നിരക്കാതെ സ്വാഭാവികമായിട്ട് നിലനിർത്തി നമുക്ക് വീട് പണിയാമെന്ന് അവർ സജസ്റ്റ് ചെയ്തു. ഞങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു പ്ലാൻ തയ്യാറാക്കി. അത് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്. അപ്പോൾ അത് ഞങ്ങൾ 100% ഞങ്ങൾ പഠിപ്പിച്ചു തന്നു. അതാണ് അതിൽ പ്രധാനം. ഓരോ കാര്യങ്ങളും പുതിയ അറിവുകൾ. അപ്പോൾ അതിൽ പിന്നെ കോർട്ട്യാർഡുണ്ട്, ഓപ്പൺ സൈസിൽ ധാരാളം വ്യത്യസ്തമായ എലിവേഷൻ, ഒരു വെറൈറ്റി പ്ലാൻ എലിവേഷൻ, എല്ലാ സ്പേഷ്യസാണ്. അതേസമയം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഏരിയ സ്ക്വയർ ഫീറ്റ് കൂടിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു പ്ലാൻ ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ പിന്നെ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റൂഫ് ഓടിൻ്റെ റൂഫാണ്, ചൂട് വളരെ കുറവാണ്. അതുപോലെ മഴവെള്ളം 100% ഉപയോഗിക്കാം. നമുക്കൊരു മഴവെള്ളം ശേഖരിച്ച് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കയറി വന്നാൽ പിന്നെ ഒരു സമാധാനമാണ്. നമുക്കിപ്പോൾ റിക്വയർമെൻറ്റുമായിട്ട് ക്ലയൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അവർക്കൊരു ചെറിയ റെസിഡൻസ് ഓൾറെഡി അവരുടെ ഈ പ്ലോട്ടിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ കൊച്ചു വീടായിരുന്നു. ആ ഒരു റുട്ടീനോ ലൈഫ് സ്റ്റൈലിനോ ഒരു ചേഞ്ച് വരാത്ത രീതിയിലേക്ക് തന്നെ പുതിയ വീട്ടിലേക്കും അത് കൊണ്ടുവരണം എന്നുള്ളത്, ആ എലമെൻറ്റുകൾ, ഡിസൈൻ എലമെൻറ്റ്സ് ആയിക്കോട്ടെ, ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇത് അതിലേക്കും കൂടെ കൊണ്ടുവരണം എന്നുള്ളത് അവർക്കൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു.
ഒരു സസ്റ്റൈനബിൾ അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും വളരെ സസൂക്ഷ്മം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടെറാക്കോട്ട റൂഫിംഗ്, അതുപോലെ തന്നെ വാൾസ് മുഴുവനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നാച്ചുറൽ മെറ്റീരിയൽസ് തന്നെയായിരുന്നു. ഞങ്ങളിത് ബട്ടർഫ്ലൈ റൂഫിംഗ് ആയിട്ടാണ് പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ റൂഫിംഗ് തന്നെ ഒരു ഗട്ടറിലേക്ക് ചെരുവ് കൊണ്ടുവന്ന് നിർത്തുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഗട്ടറിൽ നമ്മൾ മുഴുവൻ വെള്ളവും കളക്ട് ചെയ്ത് അത് ഒരു ഡക്റ്റിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന വെള്ളം. അത് അവിടെ കളക്ട് ചെയ്ത് നേരെ ഒരു മഴവെള്ള സംഭരണിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ആളുടെ കൃഷിക്കും അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്നു. വയനാടിൻ്റെ എല്ലാ തരം കാലാവസ്ഥയും വളരെയധികം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സൈറ്റായിരുന്നു അത്. കുറച്ചൊരു എലിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പോഗ്രാഫിയാണ് ഓവറോൾ നമ്മൾ ആ പ്രദേശത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ മിസ്റ്റി അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ബാക്കി മഞ്ഞിൻ്റെ സമയത്തും മഴക്കാലത്തും എല്ലാം സറൗണ്ടിങ്സിനോട് വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും ആ ഒരു പ്രദേശത്ത്. അപ്പോൾ അതിനെ വളരെയധികം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. സൈറ്റ് കിടക്കുന്നത് ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിലായിരുന്നു. അപ്പോൾ കാപ്പീൻ്റെ കൃഷിയും ഓൾറെഡി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അതുകൂടാതെ ക്ലയൻറ്റ് ഫീൽഡും തൊട്ടടുത്തുള്ളത്. അപ്പോൾ ഫീൽഡിലേക്കുള്ളൊരു കണക്ടിവിറ്റിയും ഈ ഒരു കാപ്പി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം ഈ സ്ട്രക്ചറിനോടനുബന്ധമായിട്ടാണ് ക്ലയൻറ്റ് ചെയ്യാറുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് 2800 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പോൾ മുഴുവനായിട്ട് വരുന്നതും ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകം മുൻകൂട്ടി പറഞ്ഞിരുന്നു, ഒരേ ഗ്രൗണ്ട് ലെവലിൽ തന്നെ നമുക്ക് എല്ലാ സ്പേസുകളും നിർബന്ധമായിട്ടും വേണം എന്നുള്ളത് ഒരു ഇനിഷ്യൽ റിക്വയർമെൻ്റ് ആയിരുന്നു. എല്ലാ ബെഡ്റൂമുകൾക്കും സെപ്പറേറ്റ് ഡ്രസ്സിങ്ങിന് പകരം ഒരു സിംഗിൾ ഡ്രസ്സിങ് സ്പേസ് അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ബെഡ്റൂമുകളിൽ നിന്നും ഒരു കോമൺ എൻട്രൻസ് അതിലേക്കുണ്ട്. അപ്പോൾ എല്ലാ മെമ്പേഴ്സും ഡ്രസ്സിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്നതും മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതെല്ലാം ഈ ഒരു കോമൺ സ്പേസാണ്. അവിടെ എക്സ്ട്രാ യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള കുറേ സീറ്റിങ്സും നമ്മളെ വാർഡ്രോബുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു മെസ്നൈൻ ഹൈറ്റിൽ ചെറിയ ലാഡർ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സ്പേസിൽ എന്തെങ്കിലും സ്റ്റോറേജിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന തരത്തിൽ ഉള്ളൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. വരുന്ന സമയത്ത് തന്നെ ഇവർക്കുണ്ടായിരുന്ന ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഫാമിലി ഒരുപാട് വലുതാണ്. അപ്പം അവർ ഒരുപാട് ഫാമിലീസിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഒരുമിച്ച് വന്നുള്ള പ്രാർത്ഥനകൾ നോർമലി ഇവിടെ നടക്കാറുണ്ട് എന്നുള്ളത് ഒരു റിക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സ്പേസ്, പക്ഷേ അതിനൊരു സെപ്പറേറ്റ്ലി ഒരു ഏരിയ ആയിട്ട് വേണ്ട എന്നുള്ളതും അവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്കത് ഈ പറയുന്ന എല്ലാ ഫങ്ഷണാലിറ്റികളും നടന്നു പോവും വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഓപ്പൺ ലിവിങ്സ് ഏരിയ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതിനകത്ത് നേരെ നമ്മൾ മെയിൻ എൻട്രൻസ് കടന്ന് വരുന്നത് തന്നെ നേരെ ഈ ഒരു വാട്ടർ ബോഡിയിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ്. ബിൽഡിംഗ് ഫേസ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ബിൽഡിംഗ് ഫേസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് മെയിൻ സിറ്റ് ഔട്ട് ഈ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ലോങ് വരാന്ത, ഒരു സിറ്റ് ഔട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ എൻട്രൻസ് വരുന്നത് സിറ്റ് ഔട്ട് കടന്ന് നേരെ എൻട്രൻസിലേക്ക് വരുന്ന ഒരു കോമൺ ഏരിയയിലേക്കാണ്. അതൊരു വാട്ടർ ബോഡി കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ഏരിയനെ സറൗണ്ട് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ സ്പേസുകളും, ഇപ്പം പബ്ലിക് ഏരിയ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും സെമി പബ്ലിക് ആണെങ്കിലും ഒക്കെ നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ചുറ്റും ആയിട്ടാണ്. സൈറ്റിൻ്റെ ഒരു ലെവലിംഗ് അനുസരിച്ചിട്ട് ഈ 3 ലെവൽ ആയിട്ടാണ് സൈറ്റ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1, 2, 3 ഇത്രയും ലെവൽ. ഇത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെവലിലേക്ക് തന്നെയാണ് നമ്മൾ ഫാമിലി ലിവിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഒരു 2 സ്റ്റെപ്പ് ഡൗൺവേർഡായിട്ടും നമ്മളൊരു ലിവിങ് ഏരിയ, അതുപോലെ തന്നെ ഒരു കോമൺ ലിവിങ് ഏരിയ, ഒരു പ്രെയർ ഏരിയ, ഇങ്ങനെയുള്ള സ്പേസുകളെല്ലാം കൂടെ ഒരു ലെവലിലും, അതുപോലെ തന്നെ ഡൈനിങ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയകളെല്ലാം ഏറ്റവും ബാക്ക് സൈഡിലേക്ക് വരുന്ന ഒരു ലോങ് വരാന്തയും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു 3ാമത്തെ ലെവലിലേക്കും ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ വരുന്ന സിറ്റ് ഔട്ടിന് നമുക്ക് ആക്ച്വലി സൈസ് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് സൈറ്റ് കുറച്ച് കൂടുതലുള്ളതായിട്ട്, കുറച്ച് ഏരിയ കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇതിനകത്ത് ഇവരുടെ ഫങ്ഷനാലിറ്റി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു സൈസ് ഡിഫറൻസ് ഈ ഒരു സിറ്റ് ഔട്ടിന് രണ്ടിനും വന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ ഫീൽഡ്, അതായത് ഈ ഒരു ബിൽഡിംഗ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഫീൽഡ് ഒരു കാപ്പിത്തോട്ടത്തിന് നടുക്കായിട്ടാണ് ആക്ച്വലി വീട് നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് മുഴുവനായിട്ട്, ഈ ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ട് ആളുടെ
കാപ്പിത്തോട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളെ ഫീൽഡിൽ നിന്ന് നേരെ ഉച്ച സമയങ്ങളിലൊക്കെ ഇപ്പോൾ ലഞ്ച് കഴിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ആളുടെ ആക്സസ് വരുന്നുണ്ടാവുക. അപ്പം അതുപോലെ തന്നെ ഫീൽഡിലേക്കുള്ള ഒരു വിസിബിലിറ്റിയും ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് കിട്ടുന്നതാണ്. പിന്നെ വെൻറ്റിലേഷൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ സ്പേസസിലും മാക്സിമം ക്രോസ് വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏത് സ്പേസ് എടുക്കുകയാണെങ്കിലും ആ ഒരു ക്രോസ് വെൻറ്റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 2 ബെഡ്റൂംസാണ് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവരുടെ ക്ലയൻറ്റിൻ്റെ മക്കളും അതായത് ക്ലയൻറ്റും ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന 2 ബെഡ്റൂംസാണ്. 2 പെൺകുട്ടികളാണ് ക്ലയൻസിനുള്ളത്. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ഒരൊറ്റ സിംഗിൾ ബെഡ്റൂമാണ് ഡബിൾ കോട്ടഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് മാത്രം ഈ ഒരു സെപ്പറേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കാണാം. ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഡ്രസ്സിങ് ഏരിയ ആണ്. അപ്പം ഇത് ബാക്കിയുള്ള ബെഡ്റൂംസിനൊക്കെ പുറത്തു കൂടെ തന്നെയാണ് ആക്സസിബിലിറ്റി ഉള്ളതെങ്കിലും ഈ ഒരു മക്കളുടെ ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് ഒരു ആക്സസിബിലിറ്റി സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസിനും അതായത് ക്ലയൻറ്റിൻ്റെ അമ്മയുടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, അതിനോട് മാത്രമാണ് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും കോമൺ ടോയ്ലറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ബേസ് ചെയ്തിരിക്കുന്ന ആളുടെ ഒരു ഫങ്ഷനാലിറ്റി തൊട്ട് മുന്നേ ഉണ്ടായിരുന്നൊരു വീട്ടിൽ ക്ലയൻസിന് ഉണ്ടായിരുന്ന സെയിം റുട്ടീൻ തന്നെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതിൻ്റെ ബേസിസിൽ തന്നെയാണ് അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബെഡ്റൂം ആക്ച്വലി 3 എന്ന് പറയും. ബെഡ്റൂം 3 നമ്മളിത് യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ ഒരു ബ്രദറാണ്. അപ്പം ബ്രദർ ആക്ച്വലി മാരീഡ് അല്ല. അപ്പം ആൾ പുറത്തുനിന്നുള്ള ഒരു ആക്സസിബിലിറ്റിയും കൂടെ കുറച്ച് പുറത്തൊക്കെ പോയിട്ട് പല സമയങ്ങളിലും വരുന്ന ഒരാളാണ്. വേറെ തന്നെ ഒരു ഫാമിലി ആയിട്ട് കാണേണ്ട ആളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ആൾ പുറത്തുനിന്ന് ഉള്ളൊരു വേറൊരു സിറ്റ് ഔട്ട് ഈ വീടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അപ്പം ഈ ഒരു മൊത്തം ഏരിയനെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ ആളുടെ ആക്സസിബിലിറ്റി നടന്നു പോകണം എന്നുള്ളതുകൊണ്ട് പുറത്തു തന്നെ ഒരു സിറ്റ് ഔട്ട് അതിൽ തന്നെ ആളുടെ ബെഡ്റൂമിലേക്കും ആക്സസ് ചെയ്യാം. ഇനിയിപ്പം ബാക്കിയുള്ള സമയങ്ങളിൽ ഇപ്പം ഡൈനിങ് ഏരിയയിലേക്കോ കോമൺ ഏരിയയിലേക്കൊക്കെ കൂടെ ഈ ഒരു വരാന്ത ത്രൂ തന്നെ ഇങ്ങോട്ടേക്കും ആക്സസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ പൊസിഷനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് റൂഫിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെള്ളം മുഴുവനായിട്ട് നമ്മൾ സംഭരിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ യൂസിനെല്ലാം കൂടെ വേണ്ടിയിട്ട്. ഇതിന് 2 പിറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ 2 കോർണേഴ്സിലായിട്ടാണ്, ഈ 2 സൈഡിലായിട്ടാണ്. അപ്പം ഗട്ടറും വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് ഇത് നേരെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലേക്ക് ഒരു പിറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഡയറക്റ്റ്ലി ഫീൽഡിലേക്കും അതുപോലെ തന്നെ വീടിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്.